നമസ്തേ ഛാത്രോ. +1 ഹിന്ദിയുടെ ആനന്ദ് കി ഫുൽചാടിയാം, അതായത് സന്തോഷത്തിൻ്റെ പൂത്തിരികൾ എന്ന ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ആനന്ദ് കി ഫുൽചാടിയാം, അതായത് സന്തോഷത്തിൻ്റെ പൂത്തിരികൾ. ഏക് ബുഢ ആദ്മി ജിസ്കെ ബാൽ സഫേദ് ഹോ ഗയേ ഥേ ജമീൻ ഖോദ് രഹാ ഥാ. ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ നരച്ചു കഴിഞ്ഞു, തറ മാന്തി കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏക് നൗജവാനെ ജോ വഹാം സെ ഗുസർ രഹാ ഥാ ഉസ് ബുജുർഗ് കോ പരിശ്രം കർത്തെ ദേഖ് പൂച്ച. ഒരു യുവാവായ വ്യക്തി അതുവഴി കടന്നു പോവുകയായിരുന്നു. വൃദ്ധനായ മനുഷ്യൻ പരിശ്രമിക്കുന്നത് കണ്ട് ചോദിച്ചു, ബാബ ഈ ക്യാ കർ രഹേ ഹോ? അപ്പൂപ്പ, അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആം കി ഗുഡലിയാം ബോരഹാഹും ബുഢേനെ കഹ. ഞാൻ മാങ്ങയുടെ വിത്ത് നടുകയാണ്. ആ വൃദ്ധൻ മറുപടി നൽകി, ഇസ് ഉമ്രമേം ഇസ്കെ ഫൽ കബ് ഖാവോഗെ ബാബ. ഈ പ്രായത്തിലും ഇപ്പോൾ നട്ടാൽ അങ്ങയ്ക്ക് ഇതിൻ്റെ ഫലം കഴിക്കാൻ കഴിയും? मैं फल नहीं खा सकता तो क्या हुआ बेटा, तुम तो खा सकोगे. എനിക്ക് കഴിക്കാൻ കഴിയില്ലെങ്കിൽ എന്താ മകനെ, നിനക്ക് കഴിക്കാമല്ലോ. മേരെ തുമാരെ നാദി പോത്തെ തോ ഖായെങ്കിൽ, എൻ്റെയും നിൻ്റെയും ബന്ധുക്കളും പൗത്രന്മാരും ഒക്കെ കഴിക്കുമല്ലോ. ദേഖോ വ അമ്രായി മേരെ ദാദാനെ ലഗായി ഥി. നോക്കൂ, ആ മാന്തോപ്പ് എൻ്റെ മുത്തച്ഛൻ നട്ടതാണ്. തോ ഉസ്കെ ഫൽ മേനെ ഖായേ, അതിൻ്റെ പഴമാണ് ഞാനൊക്കെ കഴിച്ചത്. ഇസ്കെ ഫൽ മേരെ നാദി പോത്തെ ഖായെങ്കിൽ, അപ്പോൾ ഞാൻ നടന്നതിൻ്റെ ഫലം എൻ്റെ ബന്ധുക്കളും പൗത്രന്മാരും കഴിക്കും. ഹമാരെ പൂർവജോं की इसी मनोवृत्ति का फल है हम जगह जगह അമ്രായി देखते हैं. നമ്മുടെ പൂർവികരായ വ്യക്തികളുടെ ഈ ചിന്തയുടെ ഭാഗമായിട്ടാണ് നാം പല സ്ഥലങ്ങളിലും മാന്തോപ്പുകളൊക്കെ കാണുന്നത്. अपने स्वार्थी जीवन से ऊंचे उठकर दूसरों को सुख और आनंद पहुँचने का एक ऐसा सुंदर स्वभाव है. നമ്മുടെ സ്വാർത്ഥമായ ചിന്താഗതി ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് കൂടി സുഖവും സന്തോഷവും ലഭിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഈ സ്വഭാവം എത്ര മനോഹരമായ സ്വഭാവമാണ്. നിസ്സന്ദേഹ് ഉസ് ബുഢേ കാ ജീവൻ ഏക് പരം സാത്വിക് ആനന്ദ് കി ദീപ്തി സെ ജഗ്മഗ ഉഡാ ഹോഗ. ഒരു സംശയവും വേണ്ട, ആ വൃദ്ധനായ മനുഷ്യൻ്റെ ജീവിതം ഒരു സാത്വികമായ ഭാവത്തിൽ എത്തിയിട്ടുണ്ടാവും. മാത്രമല്ല, അവർ ഉസ്കെ മൃത്യു ബഹുത്ത് ശാന്ത് അവർ കഷ്ടഹീൻ ഹുയി ഹോഗി. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നല്ല ഒരു മരണവും ലഭിച്ചിട്ടുണ്ടാകാം. ഹം ലോഗ് സഭി യദി ഇസ് വൃത്തി കോ ഹൃദയംഗം കർ ലേं तो इस दुनिया में अधिक आनंद की सृष्टि हो सकेगी. നമ്മളും ഇതുപോലെ ഈ വൃദ്ധൻ കാണിച്ച ഇതേ പ്രവൃത്തിയെപ്പോലെ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഹൃദയംഗം കർ ലേं तो, അതായത് മനസ്സോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറാൻ നമ്മളും ശ്രമിക്കുകയാണെങ്കിൽ, ഇസ് ദുനിയാമേം അധിക് സെ അധിക് ആനന്ദ് കി സൃഷ്ടി ഹോ സകേഗി. ഈ ഭൂമിയിൽ ഒരുപാട് സന്തോഷം ഇനിയും സൃഷ്ടിക്കപ്പെടും. എല്ലാവരും സന്തുഷ്ടരായിരിക്കും. ഇസ്മേ കോയി ശക്ക് നഹീം, അതിൽ യാതൊരു സംശയവും വേണ്ട. ഹമാര ജീവൻ സച്ചേ സുഖ കാ പ്രകാശ് സെ ആലോകിത് ഹോടേക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം യഥാർത്ഥ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രകാശം കൊണ്ട് മിന്നിത്തിളങ്ങും എന്നതിലും സംശയമില്ല. ഇനി മറ്റൊരു സംഭവം. ഏക് വൃദ്ധ സംഭ്രാന്ത മഹിള റെയിൽഗാഡി സെ സഫർ കർ രഹി ഥി. ഒരു വൃദ്ധയായ കുലീനയായ സ്ത്രീ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. വേ ഖിഡ്കി കെ പാസ് ബൈഠ് കർ ബീച്ച് ബീച്ച് മേം അപ്നി മുട്ടി സെ കുച്ച് ചീസ് ബാഹർ ഫെങ്തി ജാ രഹി ഥി. അപ്പോൾ വൃദ്ധയായ കുലീനയായ ഒരു സ്ത്രീ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ജനാലയുടെ സമീപത്താണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന സഞ്ചിയിലേക്ക് ഇടുകയും ഒരു പിടി അതിൽ നിന്ന് വാരി പുറത്തേക്ക് എറിയുന്നതും കാണാം. മനസ്സിലായല്ലോ? ഒരു വൃദ്ധയായ സ്ത്രീ തീവണ്ടി യാത്ര ചെയ്യും, അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് എന്തോ വാരി പുറത്തേക്ക് കൂടെ എറിയുന്നതും കാണാനാവുമായിരുന്നു. ഏക് സഹയാത്രിനെ ജോ എഹ് ദേഖ് രഹാ ഥാ പൂച്ച. കൂടെ യാത്ര ചെയ്യുന്ന മറ്റൊരാൾ ഇത് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, യഹ് ആപ് ക്യാ കർ രഹി ഹേ, അങ്ങ് എന്തായി ചെയ്യുന്നത്? ഉസ് മഹിളാനെ ജവാബ് ദിയ, യേ സുന്ദർ ഫലോം ഔർ ഫൂലോം കെ ബീജ് ഹേ. അപ്പോൾ ആ സ്ത്രീ മറുപടി നൽകി, ഇത് വളരെ മനോഹരമായ പൂക്കളുടെയും പഴങ്ങളുടെയും വിത്തുകളാണ്. മേനേം ഇസ് ഉമ്മീദ് സെ ഫേങ്ക് രഹി ഹൂം. ഞാൻ ഇതിനെ ഇത്തരത്തിലുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് പുറത്തേക്ക് വലിച്ചെറിയുന്നത്. कि इनमें से कुछ भी अगर जट पकड़ लेंगे तो लोगों को इससे कुछ फ़ायदा होगा. ഇവയിൽ കുറച്ചെങ്കിലും ഒരു പക്ഷേ വേര് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുളയ്ക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനമുണ്ടാകും.
പതാ നഹി മൈ ഇസ് രാസ്തേ മേ സേ ഗുസറൂ യാ ന ഗുസറൂ. ഞാൻ ഈ വഴി ഇനി കടന്നു പോകുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. ഇസലിയെ ക്യോ ന മൈ ഇസ് സന്ധി കോ ഉപयोग कर लूं. എന്നാലും എനിക്ക് ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഇടവേള എന്തുകൊണ്ട് എനിക്കത് പ്രയോജനപ്പെടുത്തിക്കൂടാ. आजकल के ज़माने की रुपये और सिलिंग वाली स्वार्थी तहजीब के बावजूद दुनिया में ऐसे व्यक्ति है. ഇന്ന് പണത്തിന് പിന്നാലെ പായുന്ന റുപ്പയെ ഷില്ലിംഗ് എന്ന് ഉപയോഗിക്കുന്നത് രണ്ടും പണമാണ്. ഷില്ലിങ്ങും റുപ്പേ ഇത് ഇന്ത്യൻ കറൻസിയും വിദേശ കറൻസിയാണ് ഷില്ലിംഗ്. അപ്പോൾ ഈ പണത്തിന് പിന്നാലെ പായുന്ന സ്വാർത്ഥരായ വ്യക്തികൾക്ക് പുറമെ ഇത്തരത്തിലുള്ള ഈ വൃദ്ധനെയും ഈ വൃദ്ധയും പോലെയുള്ള സ്ത്രീകളും ഉണ്ട്. ഇസലിയത്തോ ദുനിയ രഹ്നെ ലായക് ബനിഹെ. അതുകൊണ്ടാണ് ഈ ലോകം നമുക്ക് ജീവിക്കാൻ പ്രാപ്തമായി മാറിയിരിക്കുന്നത്. ഫൗദികവാദ് ഔർ ഫോഗ് വിലാസ് കെ ഹായ് ഹായ് സെ പരേ രഹനെ വാലെ നിസ്വാർത്ഥി ഔർ ആദർശ് പ്രിയ ലോക് ന ഹോത്തേത്തോ. അതായത് സുഖഭോഗങ്ങളും നിസ്വാർത്ഥരുമായിട്ടുള്ള സുഖഭോഗങ്ങൾ ഇഷ്ടപ്പെടാത്ത നിസ്വാർത്ഥരായിട്ടുള്ള ആൾക്കാർ, ആദർശപ്രിയരായിട്ടുള്ള ഇത് ആദർശങ്ങളിൽ അടിയുറച്ചു വയ്ക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഹം കബ് കെ രസാദൽ കോ പഹുഞ്ച് ഹോഗേ. ഇല്ലെങ്കിൽ നമ്മൾ എന്നോ നാശത്തിൻ്റെ വഴിയിൽ എത്തിപ്പെട്ടേനെ. ऐसे भी व्यक्ति हैं जो इस ज़माने के अंधकार में आनंद की फुलचाड़ियों को प्रकाश फैलाते रहते हैं. ഈ അന്ധകാരം മാറ്റി ഈ ലോകത്തിൽ പ്രകാശം പരത്താൻ കഴിവുള്ള, സന്തോഷത്തിൻ്റെ പൂത്തിരി വിരിയിക്കാൻ കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ജിനെ ദേക്കർ ഹം മാനവ് ജാതിക്ക് ഭവിഷ്യ പർ ശ്രദ്ധ ഓർ വിശ്വാസ് കർ സക്തേ. അവരുള്ളത് കൊണ്ട് നമുക്ക് മനുഷ്യരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ടതില്ല. നമുക്കൊരു വിശ്വാസം മനസ്സിലുണ്ടാവും. ഇതുപോലെ മറ്റൊരു സംഭവം പറയുന്നു. अमेरिका के प्रेसिडेंट बेंजामिन फ्रैंकलिन के बारे में एक बहुत सुंदर बात सुनी जाती है. അമേരിക്കയുടെ പ്രസിഡൻ്റായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം കേൾക്കപ്പെടുന്നു. ഉൻകെ പാസ് എ ഗരീബ് വിദ്യാർത്ഥി മദത് മാംഗനെ കെ ലിയെ ആയ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി സഹായം ചോദിച്ച് എത്തി. ഉസെ ഉനോനെ $20 ദിയെ. ആ പയ്യന് അദ്ദേഹം $20 നൽകി. വേത്തോ ഹിർ ചോട്ടി റക്കം ദേക്കർ ഫുൽ ഗേ. ഈ ചെറിയ എമൗണ്ട് ആ പയ്യന് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മറന്നു പോകുന്നു. ലേക്കിൻ വോ വിദ്യാർത്ഥി ഉസ് ഉപകാർ കൊന്ന ഫൂല. പക്ഷേ ആ ഉപകാരം ലഭിച്ചത് ഏത് വിദ്യാർത്ഥിക്കാണോ ആ പയ്യൻ അത് മറന്നില്ല. ജബ് ഉസ്കെ ദിൻ ഫിരെ തബ് $20 ലൗട്ടാനെ കെ ലിയെ ഫ്രാങ്ക്ലിൻ കെ പാസ് ഗയ. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കയ്യിൽ എപ്പോഴാണ് ആ $20 തിരിച്ചു കിട്ടിയത്, അവനത് മടക്കി നൽകാനായിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്തെത്തി. ഫ്രാങ്ക്ലിനെ കഹ. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, മുച്ചേ യാത്തോ നെഹി കി मैंने यह रकम आपको कब दी. എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഞാൻ ഈ പൈസ നിനക്ക് തന്നതെന്ന്. ലേക്കിൻ ഖൈർ ആപ് ഇസെ അപ്പനെ ഹി പാസ് രഖിയെ. ഒരു കാര്യം ചെയ്യൂ, ഈ പണം നീ നിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വെച്ചോളൂ. ഔർ ജബ് ആപ്കെ പാസ്. എപ്പോഴാണോ നിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് കൊയ് ഏസാ ഹി ജറൂർമന്ദ് ആയത്തോ ഉസേ ദേ ദീജിയെ. എപ്പോഴാണോ നിൻ്റെ അടുത്തൊരു ആവശ്യക്കാരൻ ഇതുപോലെ തേടി വരുന്നത്, അദ്ദേഹത്തിന് നൽകിയാലും ഈ പണം. ഉസ് വ്യക്തിനെ ഏസാ ഹി കിയ. ആ പയ്യൻ അതുപോലെ തന്നെ ചെയ്തു. कहते हैं आज भी वह रकम अमेरिका के ज़रूरतमंदों के हाथ में घूम रही है. പറയപ്പെടുന്നു ഇന്നും ആവശ്യക്കാരുടെ കയ്യിൽ ആ $20 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു വരും. കാരണം ഒരു ഉപയോഗമുള്ള ഒരാൾ ആ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളിന് കൊടുക്കുന്നു. അങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കിത്തനെ അച്ചി ബാത് ഹേ. എത്രയോ മനോഹരമായ കാര്യം. റുപ്പയ കമാന സബ്കെ ഹാത്ത് കി ബാത്ത് നെയ്യേ. ഇത് പണമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇന്ന ശിക്ഷ പാക്കർ ഡിഗ്രിയാം ഹാസിൽ കർണ സബ്കി പഹുഞ്ച് മേഹെ. ഡിഗ്രി എടുക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടി ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞാലും എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല. ലേക്കിൻ ഹം സബ് ചാഹേ തോ ആനന്ദ് ഔർ സുഖ് കി രശ്മിയാം ബിഖേർ കർ ദുനിയാ കോ കുച്ച് ന കുച്ച് ഹൽക്ക ജറൂർ കർ സക്തേ. പക്ഷേ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ സന്തോഷം വിരിയിച്ച് ഈ ലോകത്തിൻ്റെ ദുഃഖത്തെ കുറച്ചൊന്ന് ലഘൂകരിക്കാനായിട്ട് നമുക്ക് കഴിയും. ഔർ ജിൻ ലോഗോ സെ ഹമാരാ സംബന്ധ ഹേ ഉൻകെ ജീവൻ മേ കുച്ച് ന കുച്ച് പ്രസന്നത തോ ജറൂർ ഹി ലാ സക്തേ. നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ കുറച്ച് സന്തോഷം കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായിട്ട് സാധിക്കും. ലഡായി ഗരീബി മഹങ്കായി और ഗുലാമി സെ ഹമാരാ ജീവൻ തോ വൈസാ ഹി മുസീബത്തോ സെ ഫരാ പടായ. യുദ്ധവും ദാരിദ്ര്യവും അങ്ങനെ വിലക്കയറ്റം അടിമത്തവും ഒരുപാട് കാര്യങ്ങളാൽ നമ്മുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഫിർ ഭി ഹം ഉസ്മേ കുച്ച് സുഖ और ആഹ്ലാദ് ഫൈലാക്കർ ജിന്ദഗി കി ലഡായി കോ സഹനെ ലായക്. എന്നാലും നമുക്ക് അതിൽ കുറച്ച് സന്തോഷവും ഒക്കെ കൊണ്ടുവന്ന് ഈ ജീവിതമാകുന്ന യുദ്ധത്തെ സഹിക്കാൻ പ്രാപ്തമാവുന്നതും അവർ ജീവൻ കോ ജീനെ ലായക് ബനാ ഹി സക്തേ. നമുക്ക് ജീവിതത്തെ നമുക്ക് ജീവിക്കാൻ പ്രാപ്തമായ തരത്തിലാക്കാൻ പറ്റും. ബശർത്തെ
ഹം ഇസ്ക ജറ ഖ്യാൽ രഖേ. നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഇതിനു വേണ്ടി ഒരല്പം ശ്രദ്ധിച്ചാൽ മതിയാവും. കാം ബിൽക്കുൽ മുഷ്കിൽ നെയ്യും, ഈ കാര്യം വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഹമീം സിർഫ് ജറ ധ്യാൻ ദേനേക്ക് ജറൂറത്ത് ഹേ അവർ നതീജ, നമ്മളൊരല്പം ശ്രദ്ധിക്കുക, അത് മാത്രമേ നമ്മുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമോ വോ ഹം ഫൗറാൻ ദേഖ് സകേംഗെ, അതിൻ്റെ പ്രയോജനം നമുക്ക് ഉടനടി നമുക്ക് കാണാൻ സാധിക്കും. അഗർ ജാദു കി തര അസർ ന ഹോഗാ തോ ഫിർ കഹിയെ, മാജിക്കലായിട്ടുള്ളൊരു സ്വാധീനം അല്ലെങ്കിൽ മാജിക്കലായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ പറഞ്ഞോളൂ, ഉറപ്പായിട്ടും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്നെ കാം സെ ഏക് ബാർ മുംബൈ ജാ രഹാ ഥാ, എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കൽ ബോംബെയിലേക്ക് പോവുകയായിരുന്നു. ലഡായിക്ക് കാരണം കമ്പനിനെ ഗാഡിയോ കി സംഖ്യ കം കർ ദീ ഥി, ഇസ്ലിയെ ഫീഡ് ഖൂബ് രഹത്തി ഥി. യുദ്ധം കാരണം കമ്പനി വണ്ടികളുടെ എണ്ണം കുറച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല ജനത്തിരക്ക് ഉണ്ടായിരുന്നു, വണ്ടികൾ കുറവായത് കാരണം. ടിക്കറ്റ് ലേനയ്ക്ക് ലിയെ ബാക്കായത ചീന ചപ്പടി ഹോത്തി ഥി, ടിക്കറ്റ് എടുക്കാൻ യാതൊരു അലംഭാവമില്ല, ആൾക്കാർ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, പിടിവലി നടത്തുകൊണ്ടിരിക്കുകയാണ്. ഖിഡ്കി കെ പാസ് ഭീഡ് ലഗി ഹുയി ഥി, ജനാലയുടെ ടിക്കറ്റ് എടുക്കുന്ന ജനാലയുടെ സമീപത്തായിട്ട് ഇഷ്ടം പോലെ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽപ്പുണ്ട്. ടിക്കറ്റ് ബാബു ബേച്ചാരെ പരേശാനി സെ ടിക്കറ്റ് ബനാത്തെ ജാത്തേ ഥേ, ടിക്കറ്റ് നൽകുന്ന സാർ എന്താണ് വളരെ ബുദ്ധിമുട്ടി എല്ലാവർക്കും ടിക്കറ്റ് കീറി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഒരു ബോംബെയിലേക്ക് പോകുന്ന ആ സമയത്ത് വണ്ടികളുടെ എണ്ണം കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്ന അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടി എല്ലാവർക്കും ടിക്കറ്റ് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ഉസ് ചോട്ടി സെ ഖിഡ്കി മേം ന ജാനെ കിത്തനെ ഹാത്തേം ഖുസ് രഹേ ഥേ, എന്നാൽ എത്രമാത്രം കൈകളാണ് ആ ടിക്കറ്റ് എടുക്കുന്ന വിൻഡോയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നതെന്ന് ടിക്കറ്റ് ഷെയർ ചെയ്യുന്ന ആ സാറിന് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഔർ ന ജാനെ കിത്തനി ആവാസിം ആ രഹി ഥി, ദോ ടിക്കറ്റ് അമരാവതി ബാബു 3.5 അഗോല ജൽദി ദേന, അരേ ഗാഡി തോ ഛൂട്ടി ജാ രഹി ഹേ ബാബു നാസിക് കാ ഏക് ടിക്കറ്റ്. അതായത് ആ ജനാലയിലൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അറിയില്ല എത്രമാത്രം. ദോ ടിക്കറ്റ് അമരാവതിക്ക് 2 ടിക്കറ്റ്, ബാബു 3.5 ആഗോലയ്ക്ക് 2.5 ടിക്കറ്റ്, ജൽദി തന്നെ പെട്ടെന്ന് വേണം. അരേ ഗാഡി തോ ഛൂട്ടി ജാ രഹി ഹേ, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബു നാസിക് ഏക് ടിക്കറ്റ്, നാസിക്കിലേക്ക് ഒരു ടിക്കറ്റ്. ടഹറോ ടഹറോ ടിക്കറ്റ് ബാബു കത്തെ ജാ രഹേ ഥേ और പസീന പോഞ്ചത്തെ പോഞ്ചത്തെ ഏക് ആദ്മി കോ നിപ്ടാത്തെ ജാ രഹേ ഥേ. നിക്ക് എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ബാബു വിയർപ്പ് തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെയും പതുക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഉദർ ഗാഡി ആനേക്ക വക്ത് ഹോ രഹാ ഥാ, വണ്ടി വരാനുള്ള സമയമായി. ലോഗോങ്ക ധീരജ് ഛൂട്നെ ലഗ, ആൾക്കാരുടെ ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. താനേ കാശി ശുരു, ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ തുടങ്ങി. അരേ ഭയ്യ ദക്ഷിണ ചടാവോ തോ തബ് ജൽദി ടിക്കറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ്. അതായത് അയാൾക്ക് കമ്മീഷൻ കൊടുക്കൂ എന്നാലേ പെട്ടെന്ന് ടിക്കറ്റ് തരുള്ളൂ. ഏക്ക് പോലെ ഒരാൾ പറഞ്ഞു. ബഡി ഇനെഫിഷ്യൻസി ഹെ, വളരെ ഇനെഫിഷ്യൻസിയാണ്. ഏക് സൂട്ട് പഹനെ ഹുയെ സാഹബിനെ ഫർമായ, ഒരു കോട്ടും സൂട്ടൊക്കെ ധരിച്ച ഒരു മനുഷ്യൻ കൂട്ടിച്ചേർത്തു. ഹം സ്റ്റേഷൻ മാസ്റ്റർ സെ ശികായത് കരേ തീസരേനെ ധംകായ. അപ്പോൾ മൂന്നാമത് ഒരാളുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററിനോട് പരാതിപ്പെടാം. മറ്റൊരാൾ മൂന്നാമത്തെ ആൾ ഭീഷണിപ്പെടുത്തി. ലേക്കിൻ ടിക്കറ്റ് ബാബു ഇൻ ബാത്തോങ്കോ സുന അൻസുന കർക്കെ അപ്നെ കാം കർത്തേ രഹേ. എന്നാൽ ടിക്കറ്റ് ബാബു ആണെങ്കിലോ ഈ കാര്യങ്ങളെ കേട്ടിട്ടും കേൾക്കാത്ത രീതിയിൽ തന്നെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കഭി കഭി നാരാസ് ഹോ ജാത്തെ തോ അപ്നി നാരാസി തോ താനെ കസരയത്തെ, കൂടെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, സ്വയം അയാളുടെ ദേഷ്യത്തെ അടക്കി പിടിക്കുകയാണ്. ഉന്നം ടിക്കറ്റ് ദേർ സെ ദേക്കർ നിക്കാലിനേക്ക് കോശിസ് കർണേ ലഗേ, അവരെ വളരെ ടിക്കറ്റ് ലേറ്റാക്കി നൽകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ പാസ് ഹി ഖടാ ഥാ, ഞാൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ടിക്കറ്റ് ലേന ബാക്കി ഹി ഥാ, മറ്റുള്ളവരാണ് ടിക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മെന്നെ അപ്നെ പാസ് കെ മുസാഫിറോ സെ ധീരെ സെ കഹ, ഞാനപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരോട് പതുക്കെ പറഞ്ഞു. ജറ ടഹരിയ ഭായ് സാബ്, ഒന്ന് ക്ഷമിക്കൂ സഹോദര. ദേഖിയെ ബേച്ചാര ബാബു കിത്തന ഫസറായ, പാവം ആ സാർ എന്തുമാത്രം കുഴഞ്ഞിരിക്കുകയാണെന്ന് അങ്ങ് ശ്രദ്ധിക്കൂ, നോക്ക്. ഇസ് ലഡായിനെ റെയിൽവേ കർമ്മചാരിയും പർ തോ ബെഹത് കാം കാ ബോജ് ഡാൽ ദിയാ ഹെ. ഈ യുദ്ധം കാരണം റെയിൽവേയിലെ ഉദ്യോഗസ്ഥരെല്ലാം വളരെയധികം ജോലിഭാരം സഹിക്കുന്നവരാണ്.
ജിസ്മേം ചോട്ടെ ചോട്ടെ ക്ലർക്കും കാ തോ മരൺ ഹേ. ശരിക്കും പറഞ്ഞ പാവപ്പെട്ട ചെറിയ ചെറിയ ക്ലർക്കുമാരുടെ അവസ്ഥ വളരെ ഭീകരമാണ്. एक गरीब टिकट बाबू पर इन शब्दों का अजीब असर पड़ा. उस गरीब ടിക്കറ്റ് ബാബു, പാവപ്പെട്ട ആ ടിക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ സാർ, അദ്ദേഹത്തിന് പെട്ടെന്ന് ആ വാക്കുകൾ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങ് വളരെ സന്തോഷമായി. കുച്ച് പൂച്ചിയെ മത് ബാബു സാബ്, ഒന്നും പറയേണ്ട സാറേ. ഉസ്നെ സിർ സെ ടോപ്പി ഉതാർത്തെ ഹുയെ കഹ, തലയിൽ നിന്ന് തൊപ്പി ഊരി മാറ്റി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നും പറയേണ്ട സാറേ. എസി പിസായി പറയേക്ക് ഹിസാബ് നെയ്യു. ഇങ്ങനെയുള്ള നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊണ്ട് ഇത്രത്തോളം പണിയെടുപ്പിക്കുന്നതിന് യാതൊരു കാൽക്കുലേഷനും ഇല്ല. ഒരുപാട് ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത്. കമ്പനി സെ സ്റ്റാഫ് ബഡാനേക്ക് ലിയെ കഹാ തോ ന മേ ജവാബായ. കമ്പനിയോട് സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളൊരു റെക്കമെൻഡേഷൻ ചെയ്തു കഴിഞ്ഞാൽ നോ എന്നാണ് അവർ തരുന്ന മറുപടി. महंगाई भत्ते के लिए दरख्वास्त दी जाए तो, അതായത് ക്ഷാമബദ്ധ, മഹങ്കായി ഭത്ത ക്ഷാമബദ്ധയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്താലോ ദീക്കാത്തേയും വിചാർ കരെങ്കിൽ, നമുക്ക് ആലോചിക്കാം എന്നാണ് മറുപടി. ബഡി മുസീബത്ത് ഹെ. ഖൈർ ആപ്കോ കഹാൻ ജാനാ ഹെ ബാബു സാബ്. വളരെ ബുദ്ധിമുട്ടാണ് സാർ. പക്ഷേ അതൊക്കെ പോട്ടെ, അങ്ങേക്ക് എവിടേക്കാണ് പോകേണ്ടത് സാർ? ഉസ്നെ ഫൗരൻ ടിക്കറ്റ് ദേ ദിയ. പെട്ടെന്ന് തന്നെ അദ്ദേഹം എനിക്ക് ടിക്കറ്റ് കീറി തന്നു. അവർ ഉസി ഹോഹല്ലേ മേ പൂച്ച. എന്നിട്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ എന്നോട് ചോദിച്ചു, ആ യഹാരത്തെയും അങ്ങ് ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? മന്നെ ഹക്കഹ ഹാം. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. ലൗഡ്കർ ദർശൻ ദീജിയേക. പോയിട്ട് പിന്നെ എപ്പോഴും വരുമ്പോൾ നമുക്ക് കാണണം കേട്ടോ. കാര്യം അദ്ദേഹത്തിന് എൻ്റെ വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഉസ്നെ വഹീം സെ നമസ്കാർ കർത്തേ ഹുയെ കഹ. അവിടെ നിന്ന് വിഷ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അവർ ഉത്സാഹ സെ ഖടാഖട്ട് ടിക്കറ്റ് കാട്ട്കർ ഫീഡ് ചാണ്ന ശുരു കർ ദിയ. വളരെ ഉത്സാഹത്തോടെ ടിക്കറ്റ് കീറി ബാക്കിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് കൊടുക്കാൻ തുടങ്ങി. ചോട്ടി സി ഘടനായ, വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. ലേക്കിൻ ഏക് സബക് സിഖാത്തി ഹെ. പക്ഷേ അതിൽ നമുക്കൊരു ഗുണപാഠം നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാത് തോ സച്ച് തീ കി ടിക്കറ്റ് ബാബു കാ കാം ബഹുത്ത് ബഡ് ഗയാ. കാര്യമൊക്കെ ശരിയാണ്. ടിക്കറ്റ് ബാബുവിന് അപ്പോൾ വളരെ കൂടുതൽ ജോലിയൊക്കെ ചെയ്യേണ്ടതുണ്ട്. യുദ്ധ കെ കാരണം സഭി മഹകോമോ കെ ഹി ഹാൽ ഹെ. യുദ്ധം കാരണം എല്ലാ ഉദ്യോഗസ്ഥർക്കും അവസ്ഥ ഇത് തന്നെയാണ്. ജിനോനെ താനെ കസേ ഉസ്കെ ഖിലാഫ് ഉസ്കാ ദിൽ കടാ ഹോ ഗയ. അദ്ദേഹത്തിനെ പഴിച്ചവരോട് അദ്ദേഹത്തിൻ്റെ മനസ്സ് പെട്ടെന്ന് മോശമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. മെന്നെ സഹാനുഭൂതി ദർശായി തോ ഉസ്കാ ദിൽ ഹൃദയ് മോം സ ഹോ ഗയ. ഞാൻ അദ്ദേഹത്തിനോടൊരു സഹാനുഭൂതി കാണിച്ചു. എന്നോട് അദ്ദേഹത്തിൻ്റെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ ഹൃദയം മെഴുക് പോലെ ഉരുകി. അവർ ഉസ്കെ കേവൽ മുച്ചേ ഹി നഹീം ബൽക്കി ദൂസറോं को भी ജൽദി ടിക്കറ്റ് ദേന ശുരു കിയ. എനിക്ക് മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും, കണ്ടുകൊണ്ടുവന്ന മറ്റുള്ള ആൾക്കാർക്കും വളരെ ഫാസ്റ്റായിട്ട് ആ ടിക്കറ്റ് ബാബു ടിക്കറ്റ് കീറി നൽകാൻ തുടങ്ങി. എന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഒരാളിനോട് നമ്മൾ മറ്റൊന്നും കൊണ്ടല്ല, സിമ്പിളായിട്ടുള്ള നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിനനുസരിച്ച് അങ്ങ് പാകപ്പെടുന്നു. സഹാനുഭൂതിക്ക് ഉൻ ധോടേസെ ശബ്ദോനെ ഉസേ നൈ താക്കന്തി. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ ആ ചെറിയ വാക്കുകൾ അദ്ദേഹത്തിന് വളരെ ഒരു ശക്തിയാണ് പ്രദാനം ചെയ്തത്. മേരെ ശബ്ദ് മഹജ് ഉസേ കുച്ച് കർണേ കെ ലിയെ നഹീ കായ ഗയേ. എൻ്റെ വാക്കുകൾ ഞാൻ കേവലം അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല. സച്ചെ ഹൃദയ സേ നികലേതേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ല രീതിയിൽ യഥാർത്ഥ മനസ്സിൽ നിന്ന് വന്നതാണ്. അവർ ബാബുഫി ഉസേ സച്ചായി കോ സമജ് ഗയ. ടിക്കറ്റ് ബാബുവിനും ആ സത്യസന്ധത മനസ്സിലാവുകയും ചെയ്തു. पर उसका तुरंत असर हुआ. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൽ ആ സ്വാധീനം ഉണ്ടാക്കിയ എൻ്റെ നല്ല വാക്കുകൾ. हो सकता है उसके मन को उन शब्दों से कुछ सांत्वना मिली हो. എൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരു സാന്ത്വനം, ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് മുച്ചേ ക്യാ കീമത്ത് ദേനിപ്പടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാൻ കഴിഞ്ഞത്. മുച്ചേ ക്യാ കീമത്ത് ദേനിപ്പടി. എനിക്കതിന് എന്താ വില നൽകേണ്ടി വന്നത്? കുച്ചനയി, ഒന്നുമില്ല. അതൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിപൂർണ്ണമായിട്ട് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ സാധിച്ചാലും അത് സന്തോഷത്തിൻ്റെ പൂത്തിരി വിരിയിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ സംഭവം അത് കഴിയുന്നു. പുതിയൊരു സംഭവം. एक बार मैं बैंक में अपना हिसाब खोलने के लिए गया. ഒരിക്കൽ ബാങ്കിൽ ഞാൻ ഹിസാബ് ഖോൽനെ കെ ലിയെ ഗയ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയി. പുതിയൊരു അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയി. ക്ലർക്ക് മുझसे സവാൽ പൂछते ജാതാ था. അവിടെ ഇരിക്കുന്ന ക്ലർക്ക് എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അവർ പാസ്ബുക്ക് മേം ദർജ കർത്ത ജാതാ था. എന്നിട്ട് പാസ്ബുക്കിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
मैंने देखा ഞാൻ ചോദിച്ചു ഞാൻ കണ്ടു उसके ഹസ്താക്ഷർ बहुत സുന്ദർ है അപ്പോൾ എന്നോട് നമ്മൾ സാധാരണ അക്കൗണ്ട് എടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കുമല്ലോ, ചോദിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം പാസ്ബുക്കിൽ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ദർ അസൽ ബഹുത്ത് അച്ചേഹയും ആ അദ്ദേഹത്തെ എൻട്രി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ വളരെ നല്ലതാണെന്ന് മനസ്സിലായി. मैंने फ़ौरन कहा ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു, जरा पासबुक दिखाइए तो आपकी लिपि बहुत सुंदर दिखती है. അങ്ങ് ആ അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നൊന്ന് കാണിക്കൂ, അങ്ങയുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമാണെന്ന് തോന്നുന്നല്ലോ. और उसे नज़दीक से देखकर मैंने कुछ मन ही मन और ज़रा ज़ोर से कहा. ഞാൻ അത് അടുത്തേക്ക് മേടിച്ചിട്ട് കണ്ടിട്ട് പെട്ടെന്ന് കുറച്ച് ഉച്ചത്തിൽ അറിയാതെ അങ്ങ് പറഞ്ഞു, ബ്യൂട്ടിഫുൾ. ഉസ് ക്ലർക്ക് കാ ചെഹറ പ്രസന്നത സെ ഖില്ലുട. ആ ക്ലർക്കിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. बैंक के रूखे आंकड़ों से माथा पच्ची करते करते उसका तमाम दिन बीतता है. ആ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് ഓരോ കമ്പ്യൂട്ടറിലെ സംഖ്യകളും എഴുതി അദ്ദേഹത്തിന് തലവേദന പിടിച്ചാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കാം കെ ഉൻ നീരസ് ഖണ്ഡോമേം ഉസേ ആനന്ദ് കാ അനുഭവ് നഹി ഹുവാ ഥാ. ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആ വിരസത നിറഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹത്തിന് സന്തോഷമൊന്നും ലഭിച്ചിരുന്നില്ല. കുച്ച് അഭിമാൻ സേ അവർ കുച്ച് വിനയ് സേ വഹ് ധീരെ സേ ബോല. അഭിമാന പുരസരം അല്പം വിനയത്തോടു കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു, ജി ഹാ മാനേജർ സാഹബ് ने भी इस बारे में मेरी तारीफ़ की है. മാനേജറും ഇതിനെക്കുറിച്ച് എന്നോട് ഒരുപാട് പറഞ്ഞ് പുകഴ്ത്തിയിട്ടുണ്ട്. ഹൈസ്കൂൾ में मुझे हस्तलिपि के लिए पहला पारितोषिक भी मिला था. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് മത്സരത്തിന് 1ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. കോയി ആശ്ചര്യക്ക് ബാത്ത് നഹി मैंने कहा. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ അതിശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അങ്ങക്ക് കിട്ടുക തന്നെ ചെയ്യും. അത്രയ്ക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ. ഉസ്കാ വ ആനന്ദ് സേ ഖിലാ ഹുവ ചെഹറ അബ് ഭി മേരി ആംഖോं के सामने है. അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട് വിടർന്ന മുഖം ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. हो सकता है कि उस दिन शाम को उसने अपने दोस्तों में इस छोटी सी घटना का जिक्र किया हो. മിക്കവാറും അദ്ദേഹം അന്ന് വൈകുന്നേരം പോയിട്ട് തൻ്റെ കൂട്ടുകാരോടൊക്കെ ഈ ചെറിയ സംഭവത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ടാവാം. യാ അപ്നി പത്നി സേ യേ ബാത്ത് അഭിമാൻ കെ സാത്ത് കഹി ഹോ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അഭിമാന പുരസരം ഇക്കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. ഉസ്മേ ഏക് ഗുൺ ഥാ. അതിലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഉസ്കി സച്ചെ മനസ്സേ ദാത് ദീ ഗയി ഇസ്ലിയെ വ ഖുശ് ഹോ ഗയ. അത് ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സിൽ നിന്ന് അറിയാണ്ട് വന്ന വാക്കുകളാണ്. ഇസ്ലിയെ വ ഖുശ് ഹോ ഗയ. അതുകൊണ്ടത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷവും തോന്നി, ആ ബാങ്കിലെ ജോലിക്കാരന്. ഷായദ് ദൂസരെ ക്ലർക്ക് ഉസ്കെ ഇസ് ഗുണക്കെ കാരണം ഉസ്സെ ജൽത്തെ ഹോ. ചിലപ്പോൾ മറ്റൊരു ക്ലർക്ക്, ആ ബാങ്കിലെ തന്നെ മറ്റൊരു ക്ലർക്കിന് അദ്ദേഹത്തിൻ്റെ ഈ ക്വാളിറ്റി കാരണം അദ്ദേഹത്തിനോട് ചിലപ്പോൾ വെറുപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അസൂയ ഉണ്ടാവാം. അവർ ഉനോനെ കഫി പ്രശംസാക്ക ഏക് ശബ്ദ് ഫി ന കഹാ ഹോ. ചിലപ്പോൾ പ്രശംസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. മുझे ബഡി ഫി പ്രസന്നത ഹുയി. എനിക്കെന്തായാലും വളരെ സന്തോഷം തോന്നി. कि मैं उन थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्र भी क्यों न हो सुख तो पहुँच जा सका. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ആ ചെറിയ വാക്കുകളിലൂടെ ആ ക്ലർക്കിൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പാത്രമേ അല്ല, ഒരു പാർട്ടേ അല്ല. എന്നിട്ടും എൻ്റെ ചെറിയ വാക്കുകൾ കൊണ്ട് ആ ക്ലർക്കിന് സന്തോഷം നൽകാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അതായത് നമുക്ക് മറ്റുള്ളവർക്ക് സാമ്പത്തികമായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ വാക്കുകളിലൂടെ വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ കഴിയും. മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട